वजनोपासना उपासना वजनोपासना प्रत्याशये गुंवजनं रक्षये गुंवजनं सत्यमाय वजनं जीवने गुंवजनं प्रत्याशये गुंवजनं रक्षये गुंवजनं सत्यमाय वजनं जीवने गुंवजनं उपासना वजनोपासना उपासना वजनोपासना സ്നേഹമുള്ളവരെ, വചനോപാസന എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാം അധ്യായമാണ് ആദ്യം പഠന വിഷയമാക്കുക. 20-ാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയാണ് ഈശോ പറയുക. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യമാണ് സ്വർഗരാജ്യം. അപ്പോൾ ജോലിക്കാരെ വിളിക്കാനായിട്ട് ഉടമസ്ഥൻ തന്നെയാണ് പോകുന്നത്. അദ്ദേഹം തൻ്റെ മാനേജർമാരെ ആരെയും അയക്കുകയല്ല ചെയ്യുന്നത്, ഉടമസ്ഥൻ തന്നെ പോവുകയാണ്. ദിവസം 1 ദനാർ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. രാവിലെ തന്നെ വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുകയാണ്. ദിവസം 1 ദനാറയാണ് വേതനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. 3-ാം മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേനും പലസ്തീനയിൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ജോലി സമയം. ഇവിടെ ഇപ്പം 3-ാം മണിക്കൂർ എന്ന് പറയുമ്പോൾ രാവിലെ 9 മണിക്ക്. 9 മണിയായപ്പോഴത്തേനും ചന്തസ്ഥലത്ത് അദ്ദേഹം ചെന്നു, വീട്ടുടമസ്ഥൻ ചെന്നു. അപ്പോൾ അവിടെ കുറച്ചൊരു വെറുതെ നിൽക്കുന്നത് കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 1 ദനാറ കൊടുക്കാൻ ഇടയില്ലായിരിക്കും. കാരണം 1 ദനാർ ഒരു ദിവസത്തെ കൂലിയാണ്. ഇതിപ്പോൾ 3 മണിക്കൂർ അവർ പണി ചെയ്തിട്ടില്ല. അപ്പോൾ ന്യായമായ വേതനം തരാമെന്ന് പറഞ്ഞ് വീട്ടുടമസ്ഥൻ അവരെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിടുകയാണ്. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. 6-ാം മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണി നട്ടുച്ചയ്ക്ക് എന്നപ്പോഴത്തേനും അവിടെ കുറച്ച് ചുമ്മാ ഇരിക്കുകയാണ്. അവരെ വിട്ടു. 9-ാം മണിക്കൂർ, അതായത് ഉച്ചയായിട്ട് 3 മണിക്ക് അപ്പോൾ ചെന്നപ്പോഴും നോക്കിയപ്പോഴത്തേനും ഇതേപോലെ കുറേ പേര് ചന്തസ്ഥലത്ത് വെറുതെ ഇരിക്കുകയാണ്. അവരെ എല്ലാം പറഞ്ഞ് അദ്ദേഹം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിട്ടു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നതുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് 11-ാം മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണിക്ക്. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ജോലി സമയം തീരും. വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴും ഇതേപോലെ ആൾക്കാർ നിൽക്കുന്നത് കണ്ട്, അലസരായിട്ട് നിൽക്കുന്നത് കണ്ട്, അല്ലെങ്കിൽ ജോലിയില്ലാതെ നിൽക്കുന്നത് കണ്ട് അവരെയും ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവർ മറുപടി പറഞ്ഞതുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലും, എല്ലാവർക്കും അവിടെ ജോലിയുണ്ട്, ഏത് സമയത്തും ജോലിയുണ്ട്. ഏതായാലും അവരെയും അദ്ദേഹം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിട്ടു. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് കൂലി കൊടുക്കുക. അപ്പോൾ മുമ്പമ്മ പിമ്പന്മാരെന്ന് പറഞ്ഞ പോലെയാണ്. അവസാനം വന്നവർക്ക് ആദ്യം കൂലി ലഭിച്ചു. അവർക്ക് എത്രയാണ് കിട്ടിയത്? 11-ാം മണിക്കൂർ വന്നവർക്ക് ഓരോ ദനാർ ലഭിച്ചു. അത് വളരെ വിസ്മയകരമാണ്. യജമാനൻ്റെ അതിവലിയ അത്രമാത്രം വലുതായ ഔദാര്യത്തെയാണത് സൂചിപ്പിക്കുന്നത്. ഒരു ദിവസത്തെ കൂലിയാണ് 1 മണിക്കൂർ, അതും വൈകുന്നേരം വെയിലൊക്കെ താന്നതിന് ശേഷം സുഖമായിട്ടൊരു മണിക്കൂർ ജോലി ചെയ്തവർക്ക് ഒരു ദിവസത്തെ മുഴുവൻ കൂലിയും കിട്ടി. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു, സ്വാഭാവികമാണ്. എന്നാൽ അവർക്കും ഓരോ ദനാർ തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനം ചൂടും സഹിച്ച് ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ.
ഇവർക്ക് നീതിപൂർവകമായ വേതനമാണ് കിട്ടിയത്. ദിവസം മുഴുവൻ ജോലി ചെയ്തവർക്ക് നീതിപൂർവകമായ വേതനം 1 ദിനാറ. കാരണം 1 ദിനാറ എന്നുള്ള കരാറനുസരിച്ചാണല്ലോ അവർ ജോലിക്ക് പോയത്. അവർക്ക് 1 ദിനാറ കിട്ടുകയും ചെയ്തു. അപ്പോൾ അവരോട് ഉടമസ്ഥൻ നീതിയാണ് ചെയ്തത്. പക്ഷേ ബാക്കിയുള്ളവരോട് എല്ലാം, പ്രത്യേകിച്ച് 11 മണിക്കൂറിൽ വന്ന, അതായത് വൈകുന്നേരം 5 മണിക്ക് വന്ന അവർക്ക് 1 ദിനാറ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവരോട് കാണിച്ചത് നീതിയല്ല, അവരോട് കാണിച്ചത് കൃപയാണ്, അവരോട് കാണിച്ചത് ഔദാര്യമാണ്. അപ്പോൾ നീതിമാന്മാരോടൊപ്പം ബാക്കിയുള്ളവരെയും കൃപ കൊണ്ട് ഉടമസ്ഥൻ തുല്യരാക്കി എന്നുള്ളതാണ്. 1 ദിനാറ നീതിപൂർവ്വം കിട്ടിയവരോടൊപ്പം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചവരോടൊപ്പം കൃപ കൊണ്ട് 1 മണിക്കൂർ അധ്വാനിച്ചവരെയും ഉടമസ്ഥൻ തുല്യരാക്കി എന്നുള്ളതാണ്. അങ്ങനെ ആ കൃപ അവർക്ക് കൊടുത്തപ്പോൾ നീതിമാന്മാർക്ക് അസ്വസ്ഥതയുണ്ടായി, അല്ലെങ്കിൽ നീതിപൂർവ്വം വേതനം കിട്ടിയവർക്ക് അസ്വസ്ഥതയുണ്ടായി. അവർ പരാതി പറയുകയാണ്. ഉടനെ ഉടമസ്ഥൻ പറയുന്നു, സ്നേഹിത, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്യുന്നില്ല. 1 ദിനാറയ്ക്കല്ല നീ എന്നോട് സമ്മതിച്ചിരുന്നത്. നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന് ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നും ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു. നമുക്കെല്ലാവർക്കും നന്മതിന്മകളെക്കുറിച്ച് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. നല്ല മനുഷ്യർ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് ചില ചിന്തകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ നന്മയെക്കുറിച്ച് നമുക്ക് ചില ബോധ്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവരുടെ നന്മതിന്മകളെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മെ ദൈവം സ്നേഹിക്കുന്നത് പോലെ, നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നത് പോലെ, നമ്മുടെ അത്രയും നല്ലവരല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നമ്മളിൽ അസൂയുണ്ടാകും, നമ്മളിൽ അസ്വസ്ഥതയുണ്ടാകും. അങ്ങനെ ദൈവം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ നമ്മിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നല്ലവരല്ല എന്നുള്ളതാണ്. ദൈവം നന്മ തന്നെ ആയതുകൊണ്ടാണ്, പൂർണ്ണ നന്മയായതുകൊണ്ടാണ് എല്ലാവരുടെയും കൃപ കാണിക്കാനായിട്ട് സാധിക്കുന്നത്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലാണ് ഇവർ അധ്വാനിച്ചത്. അവർ 1 മണിക്കൂർ അധ്വാനിച്ചുള്ളതെന്ന് ദൈവത്തിനറിയാം. ബാക്കി 11 മണിക്കൂർ അവർ അധ്വാനിച്ചിട്ടില്ലെന്ന് ദൈവത്തിനറിയാം. എന്നിട്ടും ദൈവത്തിന് അവരോട് അനുകമ്പ മാത്രമേ ഉള്ളൂ, ദൈവത്തിന് അവരോട് കരുണ മാത്രമേ ഉള്ളൂ. ഒരു ദിവസത്തെ കൂലി, കാരണം ഒരു കുടുംബം പുലരണമെങ്കിൽ 1 ദിവസത്തെ കൂലി ആവശ്യമാണല്ലോ. അപ്പോൾ ഇവർക്ക് ജോലിയില്ലാത്തത് കൊണ്ടാണ്, തങ്ങളെ ആരും ജോലിക്ക് വിളിക്കാത്തത് കൊണ്ടാണെന്നാണ് അവർ മറുപടി പറഞ്ഞത്. ആരും ജോലിക്ക് വിളിക്കാതെ നിന്ന ആ മനുഷ്യർ, ആരും ജോലിക്ക് വിളിക്കാതെ എല്ലാവരിലും അവഗണിക്കപ്പെട്ട മനുഷ്യർ, എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ, അവരോട് അവർ ചെയ്ത 1 മണിക്കൂർ ജോലിയുടെ പേരിൽ ദൈവം കരുണ കാണിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ രീതി. അത് ആരെയും മറ്റുള്ളവരെ അസൂയപ്പെടുത്തിയിട്ട് കാര്യമില്ല, അസൂയപ്പെടുത്തേണ്ട കാര്യവുമില്ല. അവരും വാസ്തവം പറഞ്ഞാൽ ശരിക്കും നല്ലവരായിരുന്നെങ്കിൽ, നല്ല മനുഷ്യരായിരുന്നെങ്കിൽ അവർ സന്തോഷിക്കുമായിരുന്നു. പാവപ്പെട്ട മനുഷ്യർ ദൈവം കരുണ കാണിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കുമായിരുന്നു. അവർ സന്തോഷിച്ചില്ല, പകരം അവർക്ക് അസ്വസ്ഥതയാണ് ഉണ്ടായത് എന്നത് എന്ത് സൂചിപ്പിക്കുന്നു? അവർ നല്ല മനുഷ്യരല്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇനി നമ്മളൊന്നുകൂടി ആലോചിക്കുക. നമുക്ക് പറയാൻ പറ്റുമോ കുറച്ച് പേരുടെ ദൈവം കരുണ കാണിക്കുന്നു, കുറച്ച് പേരുടെ ദൈവം നീതി കാണിക്കുന്നുവെന്ന്? ഇവിടെ ഉടമസ്ഥൻ എല്ലാവരോടും വാസ്തവത്തിൽ കരുണ തന്നെയാണ് കാണിച്ചത്. രാവിലെ തന്നെ ജോലിക്ക് വിളിക്കുക എന്നുള്ളതൊരു കരുണ തന്നെയാണ്, കൃപയാണ്. അവർക്കും കിട്ടിയത് കൃപയാണ്. തൊഴിലില്ലാത്തവരോട് ചോദിച്ചാൽ മനസ്സിലാവും തൊഴിലില്ലായ്മയുടെ വേദന എന്താണ് എന്ന്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ ജോലി കിട്ടുന്നവരുടെ സന്തോഷം എത്രയോ വലുതാണ്. ഇനി ജീവിതകാലം മുഴുവൻ പെൻഷൻ പറ്റുന്നവരെ പണിയണമല്ലോ, അധ്വാനിക്കണമല്ലോ എന്ന് ആരും പരാതി പറയാറില്ല. എത്രയും വേഗം ജോലി കിട്ടണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. എത്രയും വേഗം ജോലി കിട്ടുന്നത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ടാണ് നമ്മളെല്ലാവരും സാധാരണ ജീവിതത്തിൽ കണക്കാക്കുക. ആരും ആരെക്കുറിച്ച് പരാതി പറയില്ല. ഇപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞാൽ ഇനി ഇത്രയും പെൻഷൻ പറ്റുന്നവരെ പണിയണമല്ലോ എന്ന് ആരും വിചാരിക്കാറില്ല. അതൊരു കൃപയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഈ മനുഷ്യരും തങ്ങളെ ആ ഉടമസ്ഥൻ രാവിലെ തന്നെ പണിക്ക് വിളിച്ചത് ഒരു കൃപയായിട്ട് കാണേണ്ടതായിരുന്നു. പക്ഷേ അവരങ്ങനെയല്ല കണ്ടേ. അതുപോലെ തന്നെ പണി ലഭിക്കാതിരുന്നവർ, കുറേ നാൾ പണി ലഭിക്കാതെ വരുമ്പോൾ, ജോലി കിട്ടാതെ വരുമ്പോഴത്തേനും എന്തുമാത്രം വേദനയാണ് ഓരോ മനുഷ്യൻ അനുഭവിക്കുക. തൊഴിലില്ലാത്തവരുടെ ദുഃഖം. ഒടുവിൽ അവർക്ക് തൊഴിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വലുതാണ്. പക്ഷേ തൊഴിൽ കിട്ടുന്നതുവരെയുള്ള അവരുടെ ദുഃഖം വലുതാണ്. അവർ അസ്വസ്ഥരാണ്, എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെടും, എല്ലാവരാലും അവഗണിക്കപ്പെടും, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. അവർ അന്ന് അനുഭവിച്ച, തൊഴിലില്ലാത്ത കാലത്ത് അനുഭവിച്ച വേദനയ്ക്കും വിഷമത്തിനും ഒക്കെ പരിഹാരമെന്ന രീതിയിൽ ഒരു പക്ഷേ ദൈവം ഇവർക്ക് വലിയ ശമ്പളം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഉപമ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളോട് എല്ലാവരോടും കരുണ കാണിക്കുന്നു എന്നുള്ളതാണ്. നല്ലവരായി നമ്മൾ തുടക്കം മുതലേ ജീവിച്ചു, അവസാനം വരെ ജീവിച്ചു, കുറച്ച് പേര് അവസാന കാലത്ത് മാത്രം മാനസാന്തരപ്പെട്ട് സ്വർഗ്ഗരാജ്യം നേടി എന്ന് നമ്മൾ ചിന്തിക്കരുത്. തുടക്കം മുതലേ ശൈശവകാലം മുതൽ തന്നെ ഒരു നല്ല കുടുംബത്തിലിട്ട് ജനിച്ച് വീഴാനും അവിടെ ശൈശവകാലം മുതൽ തന്നെ നന്നായിട്ട് ജീവിക്കാനും സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്, അത് വലിയൊരു കൃപയാണ്. നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, ഔദാര്യമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ആ ഒരു കൃപ കിട്ടുന്നില്ല.
അവർ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു ഭാഗം മുഴുവൻ സാഹചര്യങ്ങളിൽ അടിപ്പെട്ട് തെറ്റ് ചെയ്ത് തിന്മ പ്രവർത്തിച്ച് ശരിയായ സമാധാനമില്ലാതെ ശരിയായ സന്തോഷമില്ലാതെ മനസാക്ഷിത്വത്തോടുകൂടി പേടിയോടുകൂടി തങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. അതേക്കുറിച്ച് അതിൽ അസൂയപ്പെടാൻ ഒന്നുമില്ല. ദുഷ്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് അസൂയപ്പെടാൻ ഒന്നുമില്ല. കാരണം അവൻ്റെ ജീവിതം എന്നും സന്തോഷത്തിൽ നിന്നകലെയാണ്, യഥാർത്ഥമായ സന്തോഷത്തിൽ നിന്നകലെയാണ്, യഥാർത്ഥമായ സുഖത്തിൽ നിന്നകലെയാണ്. അതിൽ അസൂയപ്പെടാൻ ഒന്നുമില്ല. വാസ്തവത്തിൽ അസൂയപ്പെടേണ്ടത് തുടക്കം മുതൽ തന്നെ നന്നായിട്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അവരാണ് എല്ലാവരിലും ബഹുമാനിക്കപ്പെടുകയും എല്ലാവരിലും സ്നേഹിക്കപ്പെടുകയും തങ്ങളുടെ ഉള്ളിൽ തന്നെ തങ്ങളുടെ മതിപ്പ് തോന്നുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യും. അത് ഇത്രയോ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ കൊച്ചുനാൾ മുതൽ നന്നായിട്ട് ജീവിക്കാൻ സാധിച്ചൊരു ഭാരമായിട്ട് കാണാതെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും ദൈവം കൃപ, ദൈവരാജ്യം, സ്വർഗരാജ്യം കൃപയായിട്ട് കൊടുക്കുകയാണ്. തുടക്കം മുതൽ നന്നായിട്ട് ജീവിക്കുന്നവർക്കും അവസാനം മാത്രം നന്നായിട്ട് ജീവിക്കുന്നവർക്കും എല്ലാം ദൈവം സ്വർഗരാജ്യം അവകാശമായിട്ട് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്യന്തികമായ സമ്മാനമാണ് സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യത്തിന് തുടക്കം മുതൽ തന്നെ നമ്മളെ അർഹരാക്കിയതിൽ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ് എന്നുള്ള വലിയൊരു പാഠമാണ് ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ, ജോലിക്കാരുടെ ഉപമയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുക. ഇതേ തുടർന്ന് ഈശോ ചെയ്യുന്നത് പീഡാനുഭവത്തെപ്പറ്റി 3-ാം തവണ പ്രവചിക്കുകയാണ്. ഈ 3-ാമത്തെ പ്രാവശ്യം പ്രവചിക്കുന്ന അവസരത്തിലാണ് ഈശോ തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തെയും കുറിച്ച് ഏറ്റവും വ്യക്തമായ അറിവ് നമുക്ക് പകർന്നു തരിക. ഈ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഈ പ്രവചനവും ഇതിന് തൊട്ടുമുമ്പ് പറഞ്ഞ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് എല്ലാവരോടും ഇതുപോലുള്ള കരുണ കാണിക്കുന്നത്, കൃപ കാണിക്കുന്നത്? അതിൻ്റെ കാരണം ഈശോ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് മരിച്ചു എന്നുള്ളതാണ്. ഈശോയുടെ മരണത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവം നമ്മളോട് എല്ലാവരോടും ഈ വലിയ കൃപ കാണിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യവംശത്തിന് എല്ലാവർക്കും ആവശ്യമായ കൃപ ഈശോ നേടിയെടുത്തത് തൻ്റെ മരണത്തിലൂടെയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിച്ചതിന് ശേഷം, പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിച്ചതിന് ശേഷം കാണുന്ന വചനഭാഗം സെബദിപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ്. അപ്പോൾ സെബദിപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരുടെ കൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനാപൂർവ്വം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാർ ഒരുവൻ നിൻ്റെ വലത്തുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. ഈശോ തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് പ്രവചിച്ചതിൻ്റെ പിറകെ 1-2 സ്ഥാനങ്ങൾ അന്വേഷിച്ച് ഒരമ്മ, തൻ്റെ മക്കൾക്ക് 1-2 സ്ഥാനങ്ങൾ അന്വേഷിച്ച അമ്മ വരുമ്പോൾ എത്രയോ വലിയൊരു നിസ്സംഗതയാണ് നമ്മളവിടെ കാണുക, എത്രയോ വലിയ സ്വാർത്ഥതയാണ് നമ്മളവിടെ കാണുക. ഈശോധൻ അനുഭവിക്കാനിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ചൊക്കെയാണ് പറയുക. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്ക് നിയമജ്ഞന്മാർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഹൃദയാവർജകമായ ഭാഷയിൽ ഈശോ തൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെ ഞങ്ങൾക്ക് 1-2 സ്ഥാനം നൽകണമെന്ന് പറഞ്ഞ് ഒരമ്മ വരുമ്പോൾ തീർച്ചയായിട്ടും മക്കൾ പറഞ്ഞിട്ടാവും. അത് എത്രയോ ദയനീയമായൊരു ചിത്രമാണ്. ഈശോൻ്റെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈശോ അതൊക്കെ പങ്കുവെച്ചത്? ശിഷ്യന്മാരുടെ ആശ്വാസം, ശിഷ്യന്മാരതൊക്കെ മനസ്സിലാക്കണം, ശിഷ്യന്മാർ തന്നോട് ഒപ്പം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാവാം ഈശോ അതൊക്കെ പറയാം. പക്ഷേ ശിഷ്യന്മാർ പറഞ്ഞു, ഇവനേതായാലും മരിക്കാൻ പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഒരാൾ നേതൃസ്ഥാനത്തേക്ക് വേണം. അപ്പോൾ അതാരായിരിക്കും? അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. വെറും പച്ച മനുഷ്യരായിട്ടുള്ള ശിഷ്യന്മാരെയാണ് നമ്മളിവിടെ കാണുക. ഇവരിത് ചോദിക്കുന്നതിന് കാരണമുണ്ട്. ഈശോ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണല്ലോ. യേശു അവരോട് പറഞ്ഞു, സത്യമായി നിങ്ങൾ പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കുമെന്ന് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതവരുടെ മനസ്സിലുണ്ടായി. ഈശോ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്, അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭരണാവകാശം ലഭിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഭരണാവകാശം ലഭിക്കുമ്പോഴും ഓരോരുത്തരുടെ ഭരണ സീമകൾ തമ്മിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കുള്ള വകുപ്പുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഈശോയുടെ രാജ്യത്തിൽ 1-2 സ്ഥാനങ്ങൾ വേണം, ഈശോ കഴിഞ്ഞാൽ 1-2 സ്ഥാനങ്ങൾ തങ്ങൾക്ക് ലഭിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുക. അവർക്ക് ഈശോയുടെ വേദനയെക്കുറിച്ചോ പരിഹാസത്തെക്കുറിച്ചോ അനുഭവിക്കാവുന്ന പരിഹാസത്തെക്കുറിച്ചോ പീഡകളെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒന്നും വേവലാതിയില്ല. തങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് അവരുടെ വേവലാതി. അതുറപ്പിക്കാനായിട്ടാണ് അവർ പരിശ്രമിക്കുക. ഉടനെ ഈശോ എന്താണ് അവരോട് പറയുക? നിങ്ങൾ ചോദിക്കുക എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ശരിയാണ്, അവരെത്രമാത്രം സ്വാർത്ഥരാണെന്ന് അവരറിയുന്നില്ല. അവരെത്രമാത്രം നിസ്സംഗരാണെന്നുള്ള കാര്യം അവരറിയുന്നില്ല. അവരെത്രയോ ഈശോയുള്ള സ്നേഹത്തിൽ എത്രമാത്രം തണുത്തു പോയിരിക്കുമെന്ന് അവരറിയുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ കുടിക്കാൻ പോകുന്ന പാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കിരീടത്തെക്കുറിച്ചാണല്ലോ കിരീടത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. കുരിശില്ലെങ്കിൽ കിരീടമില്ല. ഞാൻ മഹത്വത്തിലേക്ക് ഉപവിഷ്ടനാകും, പക്ഷേ അതിനു മുമ്പ് ഞാനും ഇതുപോലെ കുരിശുമരണത്തിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. എനിക്കും എൻ്റെ മഹത്വം വെറുതെ കിട്ടുന്നതല്ല,
എൻ്റെ മഹത്വം ഞാൻ ആർജിക്കുന്നത് എൻ്റെ മരണത്തിന് ശേഷമാണ്, പീഡാസഹനത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. നിങ്ങൾ മഹത്വം കാക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു പാനപാത്രം കുടിക്കാൻ അല്ലെങ്കിൽ പീഡകൾ ഏൽക്കാൻ മരിക്കാൻ തയ്യാറാണോ എന്ന് അവരോട് ചോദിക്കുകയാണ്. ശിഷ്യന്മാർ പെട്ടെന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ്, ഞങ്ങൾക്ക് കഴിയും, മഹത്വം പ്രാപിക്കാതെ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് അവർ പറയുകയാണ്. ഒരുപക്ഷെ അവർ ഇത്രയും വലിയൊരു പീഡകളൊന്നും അവർ വിചാരിച്ച് കാണിയല്ല. എന്തെങ്കിലും കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വന്നാൽ അത് തയ്യാറാണെന്നുള്ള അർത്ഥത്തിലാണ് അവരെ പറയുക. ഞങ്ങൾക്ക് കഴിയും. എത്ര ആവേശത്തോടും എത്ര ആത്മവിശ്വാസത്തോടും കൂടിയാണ് അവർ പറയുക ഞങ്ങൾക്ക് കഴിയുമെന്ന്. പക്ഷെ നമുക്കറിയാം അവർക്ക് കഴിഞ്ഞില്ല. ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് ഈശോ അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എതിരാളികൾ ഈശോയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ സെബെദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈശോയോടൊപ്പം നിൽക്കാനോ ആ പാനപാത്രം കുടിക്കാനോ ആ പാനപാത്രത്തിൽ പങ്കുചേരാനൊന്നും ശിഷ്യന്മാർക്ക് അന്നേരം സാധിച്ചില്ല. അത് കണ്ടിട്ട് അത് മുൻകൂട്ടി ഈശോയ്ക്ക് അറിയാവുന്ന കാര്യവും കൂടിയാണ്. എന്നിട്ടും ഈശോ അവരെ കളിയാക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. ഓ നിങ്ങൾ കുടിക്കും എന്നൊന്നും ഈശോ അവരോട് പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈശോയ്ക്ക് അറിയാം ആത്യന്തികമായിട്ട് അവർ ആ പാനപാത്രം കുടിക്കുക തന്നെ ചെയ്യും. അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, വീഴ്ചകളുണ്ട്. പക്ഷേ ആ വീഴ്ചകളിൽ നിന്നൊക്കെ അവർ എഴുന്നേൽക്കും. അതിനതീതമായിട്ട് അവരുടെ പരാജയങ്ങൾക്ക് അതീതമായിട്ട് അവർ വളരും, അവർ വിജയിക്കും തന്നോടുള്ള വിശ്വസ്തതയിൽ. അത് ഈശോ മുൻകൂട്ടി കാണുകയാണ്. അപ്പോൾ അവരുടെ വീഴ്ചയ്ക്ക് അതീതമായി അവർക്കുണ്ടാകാൻ പോകുന്ന ഉയർച്ചയിലേക്ക് ഈശോ ദൃഷ്ടി പായിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന പരാജയങ്ങളിലല്ല, അവർ നേടിയെടുക്കാൻ പോകുന്ന വിജയങ്ങളിലേക്ക് ഈശോ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ഈശോ തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കും എന്ന് പറയുകയാണ്. നമുക്കറിയാം യാക്കോബ് കുടിച്ചു. എല്ലാവരേക്കാളും മുമ്പ് ആ പാനപാത്രം, മരണത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പാനപാത്രം യാക്കോബ് കുടിച്ചു. യോഹന്നാനും അതുപോലെ തന്നെ. അദ്ദേഹം നാടുകടത്തപ്പെട്ടു, അതിനുശേഷം അദ്ദേഹം അതുപോലെ തിളച്ചെണ്ണയിൽ ഇടപെട്ടു എന്നൊക്കെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹമാണ് ഏറ്റവും അവസാനം മരിച്ച അപ്പസ്തോലൻ. നമുക്കറിയാം ജീവിതകാലം മുഴുവൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വിശുദ്ധമായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. അതൊരു പാനപാത്രം തന്നെയാണ്. ദീർഘനാൾ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവജനത്തെ ശുശ്രൂഷ ചെയ്ത് നല്ലവരായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ രക്തസാക്ഷിത്വം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു സാക്ഷ്യം തന്നെയാണ്. യോഹന്നാനും അത് ചെയ്തു. അവർ രണ്ടുപേരും പാനപാത്രം കുടിക്കുക തന്നെ ചെയ്തു. അത് മുൻകൂട്ടി കണ്ട് ഈശോ പറയുകയാണ്, തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകണം ഞാനല്ല, അതെൻ്റെ പിതാവ് ആർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു, അവർക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ രക്തസാക്ഷിത്വം പോലും സ്വർഗത്തിൽ നമുക്ക് അവകാശം നേടിത്തരുന്ന ഒന്നല്ല എന്നുള്ളതാണ്. കാരണം സ്വർഗം അത്ര വലുതാണ്. നമ്മുടെ ഈ പരിമിതമായ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയെടുക്കാൻ പോലും പറ്റാത്തത്ര വലുതാണ്. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യമാണ് സ്വർഗരാജ്യം. അത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ നമുക്ക് ദൈവം തരും, ദാനമായിട്ട് ദൈവം നമുക്ക് തരും. അപ്പോൾ സ്വർഗം സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏകമനോഭാവം ഈ വലിയ കടപ്പാടിൻ്റെയും കൃതജ്ഞതയുടെയും മനോഭാവമാണ്. ഇവിടെ ഈശോ പറയുകയാണ്, രക്തസാക്ഷിത്വം കൊണ്ടൊന്നും നിങ്ങൾക്ക് 1-2 സ്ഥാനം കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ ദൈവത്തിന് നിശ്ചയിച്ചിട്ടുള്ളവർക്ക് ഉള്ളതാണ്. അത് കൃപയാണ്. കൃപയോടുകൂടി ദൈവം ആർക്ക് കൊടുക്കുന്നു അവർക്കുള്ളതാണ് എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ഈശോ ഇങ്ങനെ അവരോട് മറുപടി പറയുമ്പോൾ ബാക്കി 10 പേർക്കും ഈ രണ്ട് ശിഷ്യന്മാർ അമർഷം തോന്നി എന്ന് പറയും. അമർഷം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരും ഈ നല്ല സ്ഥാനങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് അമർഷം തോന്നേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ 2 ശിഷ്യന്മാരെ പോലെ തന്നെ സ്ഥാനമോഹികളായിരുന്നു മറ്റ് 10 ശിഷ്യന്മാർ. അവർ ചോദിച്ചില്ല, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ചോദിച്ചല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ അമർഷം. അതുകൊണ്ട് ഈശോ മനസ്സിലാക്കി, ഇവരുടെ എല്ലാവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? യേശു അവരെ അടുത്ത് വിളിച്ച പ്രകാരമാണ്. അപ്പോൾ ഈശോ എല്ലാവരെയും അടുത്ത് വിളിച്ച് 12 പേരെ അടുത്ത് വിളിച്ചിട്ട് ഈശോ പഠിപ്പിക്കുകയാണ്. വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. വിജാതിയർ അധികാരം പ്രയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതെന്താണ്? പരമാവധി പേരെ തങ്ങളുടെ അധികാരത്തിൻ്റെ സീമയിൽ കൊണ്ടുവരിക, അവരുടെ മേൽ തങ്ങളുടെ അധികാരം അടിച്ചേൽപ്പിക്കുന്ന അധികാരം. ഞാൻ അധികാരിയാണ്, നിങ്ങൾ അനുസരിക്കണം. ഞാൻ അധികാരിയാണ്, നിങ്ങൾ എന്നെ സേവിക്കണം. ഈ അധികാരത്തിന് എന്തെല്ലാം മെച്ചങ്ങളുണ്ടെന്നാണ് അവർ ചിന്തിക്കുക. ഇന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അതുവഴി എന്തുമാത്രം ഗുണങ്ങളുണ്ടാകും, അതുവഴി എന്തുമാത്രം മെച്ചങ്ങളുണ്ടാകും, അതുകൊണ്ട് എത്രമാത്രം ഉപകാരങ്ങളുണ്ടാകും, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് വിജാതിയുടെ ചിന്ത, അധികാരം. അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അധികാരം പ്രയോഗിക്കുമ്പോൾ നമ്മൾ വിജാതിയെ പോലെ ഈശോയുടെ മനസ്സിന് വിരുദ്ധമായി മാറുകയാണ് ചെയ്യുക. എന്നിട്ട് ഈശോ പറയും, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്, നിങ്ങൾ അങ്ങനെ അധികാരം പ്രയോഗിക്കരുത്. പിന്നെ എന്താണ്? നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങൾ ശുശ്രൂഷകനും, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനുമായിരിക്കണം. അപ്പോൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ആഗ്രഹിക്കേണ്ടെന്ന് ഈശോ പറയുന്നില്ല. വലിയവനാകാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾ എല്ലാ രംഗത്തും പറ്റുന്നിടത്തോളം വലിയവരാകാൻ ശ്രമിക്കണം. മടി പിടിച്ച് നമ്മുടെ കഴിവുകളെ മുരടിപ്പിച്ച് കളയരുത്. എല്ലാ രംഗത്തും വളരാനായിട്ട് ശ്രമിക്കണം. ഇവിടെ ഈശോ പറയുന്നത് ശരിയായിട്ടുള്ള വലിപ്പം എന്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ്. അത് ശുശ്രൂഷയിലാണ്.
എല്ലാവരെയും ശുശ്രൂഷിക്കുന്നവനാണ് ഏറ്റവും വലിയവനെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. എത്രമാത്രം പേർ നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കുന്നു അത്രയും നമ്മൾ വലിയവരാണ് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ശുശ്രൂഷയിലാണ് വലുപ്പം അടങ്ങിയിരിക്കുന്നത്. ഇനി ഈ വലിയവരിൽ തന്നെ ഒന്നാമനാകാൻ ആഗ്രഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയവനാകാനായിട്ട് ശുശ്രൂഷ ചെയ്യണം. ഇനി വലിയവരിൽ തന്നെ ഒന്നാമനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ദാസരാകണം, അടിമയാകണമെന്നാണ് എൻ്റെ അർത്ഥം. ശുശ്രൂഷകനും അടിമയും തമ്മിൽ വ്യത്യാസമുണ്ട്. ശുശ്രൂഷകന് നമുക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ ശുശ്രൂഷിക്കാം, താല്പര്യമുള്ള സമയത്ത് ശുശ്രൂഷിക്കാം. പക്ഷേ അടിമ അങ്ങനെയല്ല. അടിമയ്ക്ക് ഇഷ്ടമുള്ളവരെ ശുശ്രൂഷിക്കാൻ അനുവാദമൊന്നുമില്ല. അടിമയ്ക്ക് സ്വന്തമായിട്ട് ഇഷ്ടം പോലും ഇല്ല. അവന് യജമാൻ്റെ ഇഷ്ടമാണ് അവൻ്റെ ഇഷ്ടം. യജമാൻ ആരെയൊക്കെ ശുശ്രൂഷിക്കണം, എപ്പോഴൊക്കെ ശുശ്രൂഷിക്കണം, ഏതൊക്കെ കാര്യത്തൊക്കെ ശുശ്രൂഷിക്കണം എന്ന് പറയുന്നു, അത് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് അടിമയ്ക്ക് കടപ്പാടുണ്ട്. അല്ലാണ്ട് എനിക്കിപ്പോൾ മൂഡില്ല, എനിക്കിപ്പോൾ സമയമില്ല, എനിക്കിപ്പോൾ സുഖമില്ല, എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണത്, അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് അടിമയ്ക്ക് അനുവാദമില്ല. ശുശ്രൂഷ അങ്ങനെയൊക്കെ വേണം ഒരുപക്ഷെ ചെയ്യാം. നമ്മളൊക്കെ സാധാരണ ഇതിൽ ഒത്തിരി പേരെ ശുശ്രൂഷിക്കുമല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കും, നമുക്ക് സൗകര്യമുള്ള സമയത്ത് ശുശ്രൂഷിക്കും, നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശുശ്രൂഷിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ ശുശ്രൂഷ കൊടുക്കും. അങ്ങനെ നമ്മൾ ചില നിബന്ധനകളൊക്കെ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുക എന്തുമാത്രം ശുശ്രൂഷിക്കണം, ആരെയൊക്കെ ശുശ്രൂഷിക്കണം, എപ്പോൾ ശുശ്രൂഷിക്കണം, എങ്ങനെ ശുശ്രൂഷിക്കണം എന്നൊക്കെ നമ്മളാണ് നിശ്ചയിക്കുക. പക്ഷേ അടിമയ്ക്ക് അങ്ങനെയല്ല. അടിമയ്ക്ക് ഒന്നും തീരുമാനിക്കാൻ അനുവാദമില്ല. ഉടമസ്ഥൻ പറയണ പോലെ തന്നെ പറയുന്ന സമയത്ത് പറയുന്നവർക്ക് പറയുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. അതാണ് അടിമയുടെ പ്രത്യേകത. അപ്പോൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വലിയവരുടെ ഇടയിൽ തന്നെ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളിതുപോലെ ദാസൻ്റെ, അത് അടിമയുടെ തലത്തിലേക്ക് താഴണം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഇനി അതും പോരാ. അപ്പോൾ വലിയവനായ പോരാ, വലിയവരിൽ തന്നെ ഒന്നാമനായാലും പോരാ, ഇനിയും വലുതാകണമെങ്കിൽ, ഇനിയും എങ്ങനെ വലുതാൻ പറ്റുക? ഈശോയെ പോലെ ആകണമെങ്കിൽ ഈശോ പറയുന്നുണ്ട്, മോചനദ്രവ്യം മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവണം. അടിമയ്ക്ക് സാധാരണ മരിക്കേണ്ടി വരികയില്ല. പക്ഷേ ഇവിടെ ഈശോ പറയുന്നത് എന്നെപ്പോലെ ആവണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പരമമായിട്ടുള്ള കാര്യം. എന്നെപ്പോലെ ആവണമെങ്കിൽ മരിക്കാൻ തയ്യാറാവണം എന്ന് ഈശോ പറഞ്ഞു. ഈശോ പറഞ്ഞില്ലേ, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രം വന്നിരിക്കുന്നത് പോലെ തന്നെ. അതാണ് ഈശോയെപ്പോലെ ആകണമെങ്കിൽ നമ്മൾ ശുശ്രൂഷിച്ച് മറ്റുള്ളവർക്ക് ദാസ്യവേല ചെയ്ത് മരിക്കാൻ തയ്യാറാവണം. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് സമർപ്പിച്ച് ഒടുവിൽ അവർക്ക് വേണ്ടി തന്നെ മരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ മനോഭാവത്തിൽ ഉള്ളവരായിത്തീരും എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഈ 20-ാം അധ്യായം അവസാനിക്കുന്നത് അന്ധർക്ക് കാഴ്ച കൊടുക്കുന്ന സംഭവത്തോടു കൂടിയാണ്. 2 അന്ധന്മാർക്ക് ഈശോ കാഴ്ച കൊടുക്കുകയാണ്. യേശു ആ വഴി കടന്നു പോകുന്നത് കേട്ടപ്പോൾ വഴിയിലിരിക്കുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. അവരും അവനെ അനുഗമിച്ചു. ഇത് പെട്ടെന്ന് നമുക്ക് തോന്നുന്നു ഈശോ 2 അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന ഒരു സംഭവമാണ്, ഒരു രോഗശാന്തി കൊടുക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നും. രോഗശാന്തി കൊടുക്കുന്ന സംഭവം എന്നതിനേക്കാൾ ഉപരി ഇത് ശിഷ്യത്വത്തെക്കുറിച്ചുള്ളൊരു സംഭവമാണ്. ശിഷ്യത്വത്തെക്കുറിച്ചുള്ളൊരു വലിയ പാഠമാണ് ഇത് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ഈ അന്ധന്മാർ വെറും യാചകന്മാരല്ല, അവർ ശിഷ്യന്മാരുടെ പ്രതിനിധികളാണ്. ഈശോയുടെ ശിഷ്യന്മാരുടെ പ്രതിനിധികളാണ് ഈ 2 അന്ധന്മാർ. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്? നോക്കുക, ഇവരെങ്ങനെയാണ് ഈശോയെ വിളിക്കുന്നത്? 3 തവണ ഇവർ കർത്താവേ എന്ന് ഈശോയെ വിളിക്കുന്നുണ്ട്. കർത്താവേ, കർത്താവേ, 3 തവണ അവർ ഈശോയെ കർത്താവെന്ന് വിളിക്കുന്നുണ്ട്. കർത്താവേ എന്ന് ഈശോയെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിഷ്യന്മാരുടെ അടയാളമാണ്. തോമസ് ലീഹ തന്നെ ഈശോ എന്താ വിളിച്ചത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതുതന്നെയാണ് ഇവിടെ ഇവരും പറയുന്നത്. പകുതി എൻ്റെ കർത്താവേ എന്നാണ് ഈശോ വിളിക്കുക. അപ്പോൾ അത് ശിഷ്യന്മാരാണ്. മാത്രമല്ല ഇവർ വീണ്ടും ദാവീദിൻ്റെ പുത്ര എന്ന് ഈശോയെ വിളിക്കുന്നുണ്ട്. ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് മിശിഹ ആണെന്നുള്ളതിൻ്റെ, ഈശോ മിശിഹായാണെന്നുള്ളതിൻ്റെ ഒരു അംഗീകാരമാണ്. അപ്പോൾ ഈശോയെ മിശിഹായും കർത്താവുമായി അംഗീകരിക്കുന്ന ശിഷ്യന്മാരുടെ പ്രതീകമാണ് ഈ 2 അന്ധന്മാർ. പക്ഷേ എന്താ സംഭവിച്ചത്? അവർ വഴി കിടക്കുക. ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ നടക്കുകയല്ല, വഴിയിൽ നീങ്ങുകയല്ല, അവർ വഴിയിൽ തെണ്ടിയിരിക്കുകയാണ്, തങ്ങിയിരിക്കുകയാണ്, യാചകരായി മാറിയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് എന്താ പ്രശ്നമെന്ന് അവർക്ക് അറിയാം കേട്ടോ. അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു തന്നെ, കാണാൻ പാടില്ല എന്നുള്ള അവർക്കറിയാം. അപ്പോൾ തങ്ങളുടെ കുറവുകളെക്കുറിച്ച് ബോധ്യമുള്ള ശിഷ്യന്മാരുടെ പ്രതീകമാണ് അവർ. ഞങ്ങൾക്ക് ഈ ശിഷ്യത്വത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നില്ല, വഴി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, തപ്പിത്തടയുകയാണ് ഞങ്ങൾ ഇരുട്ടിൽ, ഞങ്ങൾക്ക് ശരിക്കും വെളിച്ചം കിട്ടുന്നില്ല ഉള്ളിൽ. എങ്ങനെയാണ് ശരിയായിട്ടുള്ള ശിഷ്യരുടെ പാതയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നവർ പറയുക. ഈശോ അവിടെ കണ്ണ് തുറന്നു. ഈശോയ്ക്ക് അലിവ് തോന്നി. ഈശോ ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ശിഷ്യന്മാരെന്താ ചെയ്യുക? അവരും അവനെ അനുഗമിച്ചു. ഉണ്ടോ?
ഈ അനുഗമിക്കുക എന്നുള്ളതാണ് ശിഷ്യൻ്റെ ഉത്തരവാദിത്വം. ഈശോ തന്നെ ശിഷ്യന്മാരെ വിളിച്ചത് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ടല്ലേ. പത്രോസിനെയും അന്ത്രോസിനെയും യാക്കോബിനെയും ശിഷ്യന്മാരെയൊക്കെ ഈശോ, അതുപോലെ മത്തായിയൊക്കെ ഈശോ വിളിക്കുന്ന ആ കഥകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്നെ അനുഗമിക്കുക എന്നാണ് ഈശോ പറയുക. പക്ഷേ ഈ ശിഷ്യന്മാർ ഇവിടെ രണ്ടുപേരും അന്ധന്മാരായിട്ട് വഴിയിരിക്കുക. കാരണം അവർക്ക് അനുഗമിക്കാൻ പറ്റുന്നില്ല, കാഴ്ച കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ വഴി തങ്ങിപ്പോയി. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ അവർ പാതി വഴിക്ക് നിന്നുപോയി. പക്ഷേ ഈശോ അവർക്ക് കാഴ്ച കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഈശോയെ അനുഗമിക്കാൻ തുടങ്ങി. നമ്മളും ഈ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ തങ്ങിക്കിടക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഉടക്കി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കാഴ്ചയില്ല എന്നുള്ളതാണ്. നമുക്കുള്ളിലിഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവിനോട്, കർത്താവെ കാഴ്ച തരണമേ. കാഴ്ച തെളിഞ്ഞ് കിട്ടിയാൽ അതിൻ്റെ അടയാളം നമ്മൾ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ തുടരും, ശിഷ്യത്വത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കും എന്നുള്ളതാണ്. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നാം സഞ്ചരിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അന്ധന്മാരായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് അന്ധന്മാരാണ്, ഒരന്ധനല്ല ഇവിടെ, രണ്ട് അന്ധന്മാർ. രണ്ടെന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ്. മുമ്പ് യാക്കോബും യോഹന്നാനും ആ സമൂഹത്തിന് മൊത്തം പ്രതീകമായിട്ട് ഈശോയുടെ സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഇവിടെ രണ്ട് അന്ധന്മാർ ഈശോയുടെ കാഴ്ച ആവശ്യപ്പെടുകയാണ്. ആ ശിഷ്യ സമൂഹത്തിന് ഈശോ കാഴ്ച കൊടുക്കും എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ രണ്ട് അന്ധന്മാർക്ക് ഈശോ കാഴ്ച കൊടുക്കുന്നത്. പത്രോസ് യാക്കോബ് നമുക്കറിയാം, അവർക്ക് കാഴ്ച തുറന്ന് കിട്ടി. അവർ യേശുവിനെ ധീരമായിട്ട് അനുഗമിക്കുക തന്നെ ചെയ്തു. അതാണ് ഇവിടെ ഈ രണ്ട് അന്ധന്മാരുടെ കഥയിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കും ഈ കഥ വായിക്കുമ്പോൾ, ഈ അത്ഭുതത്തെക്കുറിച്ചുള്ള വിവരണം വായിക്കുമ്പോൾ നമ്മുടെ അന്ധതയെക്കുറിച്ച് ബോധ്യപ്പെടാം, നമ്മുടെ പരിമിതികളെക്കുറിച്ച് ബോധ്യപ്പെടാം. കർത്താവ് നമുക്ക് കാഴ്ച തരുമ്പോൾ, നമ്മുടെ പരിമിതികൾ മാറ്റി നമ്മളെ സുഖപ്പെടുത്തുമ്പോൾ നമുക്കും ശരിയായ പാതയിലൂടെ ശിഷ്യത്വത്തിൻ്റെ യാത്ര തുടരാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിചിന്തനം അവസാനിപ്പിക്കാം. കരുണാനിധിയായ ഈശോനാഥ, മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയിലൂടെ അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അനുസ്യൂതം വർഷിച്ചുകൊണ്ടിരിക്കുന്ന കൃപകളെക്കുറിച്ച് അനുസ്മരിക്കാനായിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ കൃപയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ നല്ല ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ അങ്ങയുടെ കൃപയാണ്. നല്ല ജീവിതത്തിൽ തുടരാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത് അങ്ങയുടെ കൃപയാണ്. നല്ല ജീവിതത്തിന് പ്രതിഫലമായിട്ട് സ്വർഗ്ഗരാജ്യം ഞങ്ങൾക്ക് നൽകുന്നതും അങ്ങയുടെ കൃപയൊന്ന് മാത്രമാണ്. ഇത് മനസ്സിലാക്കി എന്നും നന്ദിയോടുകൂടെ അങ്ങയുടെ മുന്നിൽ വ്യാപരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എല്ലാവരും വലിയവരാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളുടെ വലിപ്പം, യഥാർത്ഥ വലിപ്പം ശുശ്രൂഷയിലാണെന്ന് ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തന്നു. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ചുറ്റുമുള്ളവരെ ശുശ്രൂഷിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ തന്നെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും അങ്ങ് ആഗ്രഹിക്കുന്ന വലിപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ള ഈശോയെ, ശിഷ്യത്വത്തിൻ്റെ പാതയിൽ ഞങ്ങൾ ബഹുദൂരം പിന്നിലാണ്. പലതിലും പലപ്പോഴും മുടക്കി ഞങ്ങൾ ശിഷ്യത്വത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര, ശിഷ്യവഴിയിലൂടെയുള്ള യാത്ര ഞങ്ങൾ മന്ദഗതിയിലാക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്തു പോയി. കർത്താവെ, ഞങ്ങൾക്ക് അവിടുന്ന് ഉൾക്കാഴ്ച തരണമേ. ശിഷ്യത്വത്തിൻ്റെ പാത എത്ര മനോഹരമാണെന്ന്, ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ സാധിക്കുന്ന അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ആ പാതയിലൂടെ അങ്ങയുടെ കൃപയാൽ ചരിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ അങ്ങ് തന്നെ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സകലത്തിൻ്റെ നാഥ, എന്നേക്കും ആമേൻ. वजनों